നമസ്കാരം. ശ്രീ സുബ്രഹ്മണ്യായ നമ. ജ്യോത്സ്യൻ KG അയ്യപ്പൻ, ശ്രീ മൂകാംബ ജ്യോതിഷാലയം, കൊടുങ്ങല്ലൂർ, നാരായണമംഗലം. ഇന്ന് നമ്മൾ പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള, മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാരുടെ ഈ ധനു സംക്രമം ധനു മാസത്തെ ഫലത്തെ പറ്റിയാണ്. സൂര്യചാരവശാൽ മേടക്കൂറുകാർക്ക് ധനുമാസത്തിൽ മനോവ്യസനവും കാര്യതടസ്സങ്ങളും, വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ധനപരമായി പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചൊവ്വ 4 നിൽക്കുന്നതിനാൽ കുടുംബപരമായ സുഖക്കുറവും, 6 ശത്രുകാരകനായ കേതു നിൽക്കയാൽ ശത്രു വ്യവസ്ഥകൾക്ക് കുറവൊന്നും കാണാറില്ല, സാധ്യതയില്ല. അഷ്ടമത്തിൽ ബുധൻ, 9ൽ സൂര്യൻ, 10ൽ ശുക്രൻ എന്നിവർ കർമ്മപരമായി കർമ്മതടസ്സങ്ങളും രോഗാരിഷ്ടതകളും, 11ലെ ശനി സർവാവിഷ്ടസ്ഥാനവും, 12ാം ഭാവത്തിൽ രാഹു നിൽക്കയാൽ പാദങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതകൾ. അടുത്ത ഇടവം, കാർത്തിക രോഹിണി മകരത്തിൽ ഇടവക്കൂറുകാർക്ക് ശത്രുപീഡയും വാഹനഭയവും അപവാദങ്ങളും, വ്യാഴം ജന്മരാശി നിൽക്കുന്നതിൻ്റെതായ ധനപരമായ നഷ്ടങ്ങളും, ചൊവ്വ സഹായസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഗുണങ്ങളും, 5ൽ കേതു നിൽക്കയാൽ ഉദരസംബന്ധമായ ഉദരവ്യാധികളും മാനസിക വിക്ഷോഭങ്ങളും, 7ൽ ബുധൻ നിൽക്കയാൽ ദാമ്പത്യ സുഖവും, 8ലെ സൂര്യൻ രോഗാതിരിഷ്ടങ്ങളും, 9ൽ ശുക്രൻ നല്ല ഗുണഫലങ്ങളും, 10ലെ ശനി കർമ്മഭംഗങ്ങളും, 11ലെ രാഹു സർവാഭിഷ്ട ഫലങ്ങളും കാണിക്കുന്നു. അടുത്തതായി മിഥുന രാശി. മകരത്തിനും തിരുവാതിരം പുറത്തിലും കാലം മിഥുനക്കൂർ. ക്ലേശകരമായ ദൂരയാത്രയും ദാമ്പത്യ പ്രതിസന്ധികളും, 2ൽ ചൊവ്വ നിൽക്കയാൽ കുടുംബപരമായി സുഖവിഘാതങ്ങളും കലഹങ്ങളും, 4ലെ കേതു കുടുംബപരമായ അനർത്ഥങ്ങളും, 6ലെ ബുധൻ ഗുണഫലങ്ങളും, 7ലെ സൂര്യൻ ദാമ്പത്യ പ്രതി തടസ്സങ്ങളും ഉദരവ്യാധികളും ഉദരാമയങ്ങളും അടനം സഞ്ചാരക്ലേശവും ഫലം കാണിക്കും. 8ലെ ശുക്രൻ ശുഭഫലങ്ങളെയും, 9ലെ ശനി ധർമ്മ കോട്ടങ്ങളെയും, 10ലെ രാഹു കർമ്മഭംഗങ്ങൾക്കും ഫലം കാണിക്കുന്നു. അടുത്തായി കർക്കിടകം കൂറുകാർ. മൃഗത്തിന് 4ാം പാദം പൂയമായില്ലോ. സൽകീർത്തിയും ധനലാഭവും കർമ്മലാഭവും, ചൊവ്വ ലഗ്നത്തിൽ നിൽക്കിയാൽ ശാരീരികമായി ചില പനി, പീനസങ്ങളും, വിദ്യുച്ഛക്തി, അഗ്നി എന്നിവയിൽ നിന്ന് അപകടങ്ങൾക്ക് സാധ്യത കാണിക്കുന്നു. 3ാം ഭാവത്തിലെ കേതു രക്ഷാസ്ഥാനത്തും, 5ൽ ബുധൻ ദാമ്പത്യ കലഹവും ദാമ്പത്യ വിരോധവും, 6ലെ സൂര്യൻ ഗുണഫലങ്ങളും, 7ൽ ശുക്രൻ സ്ത്രീകളിൽ നിന്നുള്ള അപവാദങ്ങൾക്കും, 8ലെ ശനി കഷ്ടനഷ്ടങ്ങളും, 9ൽ രാഹു ലാഭ ഗുണങ്ങൾക്കും, 11ലെ വ്യാഴം സർവാഭിഷ്ടങ്ങൾക്കും ഫലം കാണിക്കുന്നു. അടുത്തതായി മകം പൂരോത്രത്തിൽക്കാർ, ചിങ്ങരാശിക്കാർ. മനോദുഃഖം, ദേഹാരിഷ്ടത, കാര്യതടസ്സം,
2 കേതു ധനപരമായ കുടുംബ അനർത്ഥങ്ങൾ, 4 ബുധൻ ഗുണഫലങ്ങൾ, 5 സൂര്യൻ മാനസിക ക്ഷോഭങ്ങളും, 6 ശുക്രൻ ദാമ്പത്യാവസ്ഥകൾക്കും, 7 ശനിയും ദാമ്പത്യപരമായ ഗുണക്കുറവും സഞ്ചാരക്ലേശവും പഠനവും, 8 രാഹു രോഗാതി, പ്രത്യേകിച്ച് നാഭിഭാഗങ്ങളിൽ അസുഖങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 വ്യാഴം കർമ്മത്തിൽ വരവ് ചെലവുകൾ വരവിനേക്കാൾ ഉപരി ചെലവ് വർദ്ധിക്കുകയും വിശ്രമിക്കാൻ സമയം കിട്ടാതിരിക്കുകയും. 12 ചൊവ്വ രോഗാദർശങ്ങൾക്കും ഫലം കാണിക്കും. അടുത്ത കന്നിരാശി, ഉത്തരത്തിലും മുക്കാലും അത്തവും ചിത്രവും കന്നിക്കൂറും. ധനുമാസത്തിൽ അപകീർത്തി മാതൃജനാഷ്ടകളും, 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കൽ, ലഗ്നത്തിൽ കേതു നിൽക്കിയാൽ ശിരോരോഗങ്ങളും, 3 ബുധൻ ചതിപ്പെടുകയും, 5 ശുക്രൻ മാനസികമായി ഉന്മേഷവും പ്രാർത്ഥനകളും, 6 ശനി ഗുണഫലങ്ങൾക്കും, 7 രാഹു ദാമ്പത്യ തടസ്സങ്ങളും, നാഭി ഉക്കിൾ ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥകളെ ശ്രദ്ധിക്കുക. 9 വ്യാഴം വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ലാഭത്തിനുള്ള ഒരു കാലം കൂടിയായി കാണിക്കുന്നു. 11 ചൊവ്വ സർവാഭിഷ്ടസ്ഥാനത്ത്. അടുത്തതായി തുലാൻ രാശി, ചിത്രയും ചോദ്യം വിശാഖത്തിലും തുലാക്കൂറ്. സൽകീർത്തിയും ഗൃഹലാഭവും സമ്പത്തും, 2 ബുധൻ ധനലാഭങ്ങളും, 3 സൂര്യൻ ഗുണഫലങ്ങളും, 4 ശുക്രൻ കുടുംബപരമായി ഉത്കർഷയും ഐശ്വര്യവും, 5 ശനി മൂലക്ഷേത്രത്തിൽ ബലവാനാകിയാൽ മന്ത്ര ഉപാസനകൾക്ക് തടസ്സമില്ലാതിരിക്കും. 6 രാഹു രക്ഷാസ്ഥാനത്തും, 8 വ്യാഴം രോഗാദരിഷ്ടകൾക്കും, 10 ചൊവ്വ കർമ്മഭംഗങ്ങൾക്ക് യോഗം കാണിക്കുന്നു. അടുത്തതായി വിശാഖത്തിന് 4-ാം പാദവും തൃക്കേട്ട വൃശ്ചികക്കൂറും. അകാരണ കലഹവും മനോവ്യസനവും, ജന്മത്തിലെ ബുധൻ ഗുണഫലങ്ങൾക്കും, 2 സൂര്യൻ ധനപരമായി നഷ്ടങ്ങൾക്കും, 3 ശുക്രൻ നിവൃത്തി ഗുണഫലങ്ങളും, 4 ശനി കുടുംബപരമായ അനർത്ഥങ്ങളും, കുടുംബത്തിൽ താമസം മാറി നിൽക്കേണ്ടതായി വരികയും, 5 രാഹു മനസ്സിനെ അലട്ടാനും കൈവിഷം വിഷജീവികളുടെ ഉപദ്രവങ്ങളും, 7 വ്യാഴം പുണ്യസ്ഥല സന്ദർശനങ്ങളും ദാമ്പത്യ ഗുണങ്ങളും, 9 ചൊവ്വ ധർമ്മങ്ങൾക്ക് കോട്ടങ്ങളും, 11 രാഹു ഗുണഫലങ്ങൾക്കും ഫലം കാണിക്കുന്നു. അടുത്തതായി മൂലം പൂരാട ഉത്രാടം ധനുക്കൂർ. ആരോഗ്യഹാനിയും കർമ്മതടസ്സങ്ങളും യാത്രാക്ലേശവും, സൂര്യൻ ജന്മത്തിൽ വരികയാൽ ഉഷസംബന്ധിയായ രോഗങ്ങളും അടന സഞ്ചാരക്ലേശവും, 2 ശുക്രൻ ഗുണഫലങ്ങളും, 3 ശനി ഉദിഷ്ടകാര്യ നിവൃത്തികളും, 4 രാഹു കുടുംബപരമായി പ്രയാസങ്ങളും കുടുംബത്തിൽ വിഘാതങ്ങളും, 6-ാം വ്യാഴം സ്വസ്ഥതക്കുറവും, 8 ചൊവ്വ രോഗാതിനിഷ്ഠകളും, വിശേഷാൽ അഗ്നിയായുധം വിദ്യുച്ഛക്തി മുതലായവ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഇതിന് 10 കേതു കർമ്മഭംഗങ്ങൾക്കും ഫലം കാണിക്കുന്നു. അടുത്തായി ഉത്രാടത്തിൽ മുക്കാലും തിരുവോണത്തിൽ മകരക്കൂറ്. ഉദരരോഗവും മനസുഖക്കുറവും, ശുക്രൻ ലഗ്നത്തിൽ നിൽക്കിയാൽ മൃഷ്ടാന്ന ഭോജനവും, 2 ശനി ധനപരമായി ക്ലേശങ്ങളും ധനനഷ്ടങ്ങളും, 3 രാഹു രക്ഷാ സ്ഥാനത്താകിയാലും, 5 വ്യാഴവും മന്ത്രോപാസനകൾക്കും മറ്റും തടസ്സമില്ലാതെ മന്ത്രപുണ്യസ്ഥാനങ്ങൾക്ക് ഗുണഫലങ്ങളും, 7 ചൊവ്വ നിവൃത്തി തടസ്സങ്ങളും ദാമ്പത്യ കലഹങ്ങളും, 9 കേതു ധർമ്മ കോട്ടങ്ങളും, 11 ബുധൻ
സർവാഭിഷ്ട നിവൃത്തികളും. 12 സൂര്യൻ ബുദ്ധിമുട്ടുകൾക്ക് യോഗം കാണിക്കുന്നു. അടുത്തതായി ഔട്ടത്തിലും ചതയും പൂരോട്ടം കുംഭക്കൂർ. കുംഭക്കൂറുകാർക്ക് ശനി ജന്മത്തിൽ നിൽക്കയാൽ 7 ശനി ജന്മത്തിൽ നിൽക്കുന്ന ഫലങ്ങൾ തുടരും. അതോടൊപ്പം 2 രാഹു ധനപരമായ ക്ലേശങ്ങളും, 4 വ്യാഴം കുടുംബസുഖക്കുറവും സ്വസ്ഥതക്കുറവും കുടുംബ സംബന്ധിയായ ആളുകളുമായുള്ള അസ്വസ്ഥതകൾക്കും, 6 ചൊവ്വ ഗുണഫലങ്ങളും, 8 കേതു ഉദരാമയങ്ങളും രോഗാധ്യാപക അഷ്ടതകളും, 10 ബുധൻ കർമ്മഗുണവും, 11 സൂര്യൻ സർവാഭിഷ്ട സ്ഥാനങ്ങളും, 12 ശുക്രൻ പുതുവസ്ത്രങ്ങളും മറ്റും ലഭിക്കുന്നതിനുള്ള യോഗം കാണിക്കുന്നു. അടുത്തതായി പൂരോട്ടാതി 4-ാം ഭാവം, ഉത്രട്ടാതി രേവതി മീനക്കൂർ. ജന്മത്തിൽ നിൽക്കുന്ന രാഹു രോഗാധേഷ്ടകളും വിഷപീഠകളും ശ്രദ്ധിക്കുക. 3-ാം വ്യാഴം ധനപരമായി കോട്ടങ്ങളും, 3-ലെ വ്യാഴം ഒരിക്കലും ഗുണഫലം ചെയ്യുന്നതായി കണ്ടുവരാറില്ല. 3-ൽ വ്യാഴം മുക്കും എന്ന് പറയാറ്. 5-ലെ ചൊവ്വ മനസ്സിനെ അലട്ടുകയും, 7-ലെ കേതു ദാമ്പത്യപരമായ വിഘാതങ്ങളും, 9-ലെ ബുധൻ ധർമ്മ ഉത്കർഷകളും, 10-ലെ സൂര്യൻ കർമ്മഗുണങ്ങളും, 11-ലെ ശുക്രനും സർവാഭിഷ്ടങ്ങളും. ശനി 7 ശനിയാകിയാൽ ശനിയുടെ ദോഷങ്ങൾക്കും മറ്റും ഫലങ്ങളാണ്. ശ്രീ സുബ്രഹ്മണ്യായ നമഃ. നമസ്കാരം.